നമസ്കാരം, എൻ്റെ പേര് ജോളി രാജേന്ദ്രൻ. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്കെയിലാർ പ്രോഡക്റ്റ് അഥവാ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അപ്പൊ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും. ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ ഞാനിവിടെ ഇത് വെക്ടർ എ ആണ്, ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. ഇത് ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റ ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ബി ഡോട്ട് എ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ബി ഇൻറ്റു സൈൻഡ് കമ്പോണന്റ് ഓഫ് എ എലോങ് ബി ആണ്. അപ്പൊ ലെങ്ത് ഓഫ് ബി നമുക്കറിയാം. ലെങ്ത് ഓഫ് ബി എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ് അല്ലെ. ഇനി സൈൻഡ് കമ്പോണന്റ് ഓഫ് എ എലോങ് ബി എന്ന് പറയുന്ന വേറൊന്നുമല്ല, എ കോസ് തീറ്റ ആണ്, അല്ലെങ്കിൽ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ എലോങ് ദ ഡയറക്ഷൻ ഓഫ് ബി ആണ് അല്ലെ. അടുത്തതായിട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഒന്ന് റീകളക്ട് ചെയ്യാം. എ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ഡയറക്ഷൻ. എ വൈ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ എലോങ് വൈ ഡയറക്ഷൻ. എ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ എലോങ് ഇസഡ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ എ എക്സ് ഡോട്ട് എ എക്സ് എന്തായിരിക്കും? നമുക്കറിയാം ഡെഫിനിഷൻ എന്താണ്? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ആണ് അല്ലെ. അപ്പം എയുടെ മോഡുലസ്, എ എക്സിന്റെ മോഡുലസ് എന്താണ്? 1 ആണ്. യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 1 ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. ഇത് സെയിം വെക്ടറിലെ എ എക്സും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു 1 ഇൻറ്റു കോസ് 0 വിച്ച് ഇസ് 1 എന്ന് കിട്ടും. ഇതേ ആർഗ്യുമെന്റ് വെച്ചിട്ട് നമുക്ക് എ വൈ ഡോട്ട് എ വൈ എന്തെന്ന് പറയാം? 1 എന്ന് പറയാം. എ എക്സ് ഡോട്ട് എ എക്സ് എന്തെന്ന് പറയാം? 1 എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി എ എക്സ് ഡോട്ട് എ വൈ? അഗെയിൻ ഡെഫിനിഷൻ നോക്കുക. എന്താണ്? ഇറ്റ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എക്സ്, അതെന്താണ്? 1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വൈ, അതെന്താണ്? 1 ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. ആംഗിൾ ബിറ്റ്വീൻ ദം എന്താണ്? എ എക്സ് ഇതാണ്, എ വൈ ഇതാണ്. ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 1 ഇൻറ്റു കോസ് 90 അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഏത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണെങ്കിലും അതിന്റെ രണ്ടിന്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ലൈക്ക് വെക്ടേഴ്സ് ആണെങ്കിൽ എപ്പോഴും എന്ത് കിട്ടും? ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും 1 കിട്ടും. അടുത്തതായിട്ട് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, എയും ബിയും. രണ്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള വെക്ടേഴ്സ് ആണ്. അങ്ങനെയാണ് എ ഡോട്ട് ബി എങ്ങനെ കണ്ടുപിടിക്കും? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് എ വൈ ക്യാപ് പ്ലസ് എ ഇസഡ് ക്യാപ് ഡോട്ട് ബി എക്സ് പ്ലസ് ബി വൈ എ വൈ പ്ലസ് ബി ഇസഡ് എ ഇസഡ് ആണ് അല്ലെ. അപ്പൊ ഇതിന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ എക്സ് ഇൻറ്റു ബി എക്സ്. അപ്പൊ ഇത് നമുക്കറിയാം എ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എ എക്സ് ഇൻറ്റു ബി എക്സ് എന്ന് കിട്ടും. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ എ എക്സ് ഇൻറ്റു എ വൈ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ ഈ ടേം 0 ആയി പോകും. അടുത്തത് എ എക്സ് ഇൻറ്റു എ ഇസഡ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ബാക്കി എല്ലാ ടേംസും 0 ആയി പോകും. പ്ലസ് ഇനി അടുത്ത ടേം വരാൻ പോകുന്നത് എ വൈ ക്യാപ് ഇൻറ്റു ബി വൈ എ വൈ ക്യാപ്പ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ വൈ ഇൻറ്റു ബി വൈ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ എ ഇസഡ് ഇൻറ്റു എ ഇസഡ് ക്യാപ് പ്ലസ് ഇൻറ്റു ബി എക്സ് ഇൻറ്റു എ എക്സ് എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. ഈ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോകും. പിന്നെ ഉള്ള ടേം എന്ന് പറഞ്ഞാൽ എ ഇസഡ് ഇൻറ്റു ബി ഇസഡ് ആയിരിക്കും. അപ്പൊ ഇതാണ് എ ഡോട്ട് ബി. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ എക്സ് ഇൻറ്റു ബി എക്സ് പ്ലസ് എ വൈ ഇൻറ്റു ബി വൈ പ്ലസ് എ ഇസഡ് ഇൻറ്റു ബി ഇസഡ്. അടുത്തായിട്ട് ഒരു പ്രോബ്ലം നോക്കാം. രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ വെക്ടേഴ്സിന് തമ്മിലുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് വെക്ടേഴ്സിനെയും ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡെഫിനിഷൻ ഓഫ് ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ആണ് അല്ലെ. അതുപോലെ നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറയുന്നത് നമുക്ക് വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അപ്പം ഈ രണ്ട് റിലേഷൻസിൽ നിന്ന് നമുക്ക് ഇത് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പം എ ഡോട്ട് ബി എന്താണ്? 3ax പ്ലസ് 4ay ആണല്ലേ. ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പോവാണ്. അപ്പം 2ax ഇൻറ്റു 3ax എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടും. ബാക്കി ടേംസ് എല്ലാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ax ഇൻറ്റു ay 0 ആയി പോകും. അടുത്ത ടേം എന്ന് പറയുന്നത് 2ax ഇൻറ്റു 4ay ആണ്. 2ay ഇൻറ്റു 4ay ആണ്. അപ്പൊ അതെന്ത് കിട്ടും? 8 എന്ന് കിട്ടും ഇല്ലേ.
ബാക്കി ടേംസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ഇത് 14 എന്ന് വരും. അപ്പോൾ എ ഡോട്ട് ബി 14 ആണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ, അതായത് 4 പ്ലസ് ബി വൈ സ്ക്വയർ, അതായത് വീണ്ടും 4 മൈനസ് 1 സ്ക്വയർ, അതെന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? റൂട്ട് ഓഫ് 9 എന്ന് കിട്ടും അല്ലെ, അതായത് 3. ഇനി അടുത്ത വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? വെക്ടർ ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 സ്ക്വയർ, അതായത് 9 പ്ലസ് 4 സ്ക്വയർ, അതായത് എന്താണ്? 16, അതായത് റൂട്ട് 25 എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നതാണ് എന്ത്? എ ഡോട്ട് ബി അല്ലെ. അപ്പം എ ഡോട്ട് ബി നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രയാണ്? 14 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ, എ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്താണ്? 3 ഇൻറ്റു 5 ഇൻറ്റു കോസ് തീറ്റ അല്ലെ. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 14/15 ആയിരിക്കും. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് ഇൻവേഴ്സ് ഓഫ് 14/15 ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 21 ഡിഗ്രി എന്ന് കിട്ടും. വെക്ടർ പ്രോഡക്റ്റ് എന്താന്ന് നോക്കാം. വെക്ടർ പ്രോഡക്റ്റിന്റെ മറ്റൊരു പേര് ക്രോസ് പ്രോഡക്റ്റ് എന്നാണ്. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ക്രോസ് ബി എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കിയായിരുന്നു സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എ ഡോട്ട് ബി എപ്പോഴും ഒരു സ്കെയിലാർ ആണ് കിട്ടിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലെ. പക്ഷെ എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വന്നിട്ട് വിൽ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അതിന് നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. അതായത് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഏത് വെക്ടർ ആണോ ആദ്യം ഇരിക്കുന്നത്, ഇത് ഈ കേസിൽ വെക്ടർ എ ആണ്, ആ ഡയറക്ഷനിൽ നമ്മുടെ ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യുക. എന്നിട്ട് ആ നെക്സ്റ്റ് വെക്ടറിനെ നമ്മൾ പിടിക്കാൻ നോക്കുക. അപ്പൊ എന്ത് കിട്ടും? നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്യുന്നതായിരിക്കും എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. അപ്പം എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എങ്ങനെയായിരിക്കും? ഇൻറ്റു ദ പേപ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ ഇൻറ്റു ദ പേപ്പർ നമ്മൾ കാണിക്കുന്നത് ഈ സിമ്പലിലാണ്. ഇങ്ങനെയാണ് ഇൻറ്റു ദ പേപ്പർ കാണിക്കുന്നത് ക്രോസ് വെച്ചിട്ടാണ്. ഇനി നോക്കിക്കേ, ബി ക്രോസ് എ എങ്ങനെയായിരിക്കും? ബി ക്രോസ് എ കണ്ടുപിടിക്കണമെങ്കിൽ ബി ക്രോസ് എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു സൈൻ തീറ്റ. പക്ഷേ ഡയറക്ഷൻ വ്യത്യാസമായിരിക്കും. ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ വിൽ ബി ഇങ്ങനെ, അതായത് ബിയുടെ ഡയറക്ഷനിൽ നമ്മുടെ ഫിംഗേഴ്സ് വരണം. എന്നിട്ട് നമ്മൾ എനെ ക്യാച്ച് ചെയ്യാൻ നോക്കണം. അപ്പൊ എങ്ങോട്ടാണ്? ഔട്ട് ഓഫ് ദ പേപ്പർ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും, ഔട്ട് ഓഫ് ദ പേപ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 2 യൂണിറ്റ് വെക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നു. പേപ്പറിൽ നിന്നും വെളിയിലോട്ട് പോകുന്ന വെക്ടറിനെ, യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എ എൻ ക്യാപ്പ് എന്നും, അതായത് ഇങ്ങനെ ഇരുന്ന് മുകളിലോട്ട് വരുന്നതിന് എ എൻ ക്യാപ്പ് എന്നും, ഉള്ളിലേക്ക് പോകുന്നതിന് മൈനസ് എ എൻ ക്യാപ്പ് എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു ദ പേപ്പർ ആണ്. അത് എന്തായിരിക്കും? മൈനസ് എ എൻ ഡയറക്ഷനിലായിരിക്കും. അപ്പം എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ ഇൻറ്റു മൈനസ് എ എൻ ആണ്. ഇനി ബി ക്രോസ് എയോ, ബി ക്രോസ് എ മേളിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പേപ്പർ ആയിരിക്കും, അതായത് എ എൻ്റെ ഡയറക്ഷനിൽ. അപ്പം ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എ എൻ ക്യാപ്പ് ആണ്. അപ്പൊ നമുക്ക് പറയാം എ ക്രോസ് ബിയും ബി ക്രോസ് എയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് ഇതിന്റെ രണ്ടിന്റെയും സെയിം ആണ്, പക്ഷേ ദർ ഇസ് എ നെഗറ്റീവ് സൈൻ അല്ലെ. അപ്പൊ നമുക്ക് പറയാം എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ എന്ന് പറയാം. ഇതൊരു റൈറ്റ് ഹാൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഇത് എ എക്സ് വെക്ടർ, ഇത് എ വൈ വെക്ടർ, ഇത് എ ഇസെഡ് വെക്ടർ. അപ്പോൾ എന്താണ് എ എക്സ് ക്രോസ് എ എക്സ്? നമുക്കറിയാം ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റയാണ് അല്ലേ.
എന്താണ് തീറ്റ എന്ന് പറയുന്നത്? തീറ്റ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എയും ബിയും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത് അല്ലേ? തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എ എക്സ് ക്രോസ് എ എക്സ്? അവിടെ ആംഗിൾ എന്തായിരിക്കും? രണ്ടും സെയിം വെക്ടറാണ്. അപ്പോൾ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ ദം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, എ എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. 1 ഇൻറ്റു സൈൻ 0 അല്ലേ? അതായത് എന്ത് കിട്ടും? 0 ഡിഗ്രി, 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ എ വൈ ഡോട്ട് എ വൈ എന്താണ്? 1 ഇൻറ്റു സൈൻ 0, അതും എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സിമിലർലി എ എക്സ് ക്രോസ് എ എക്സ് എന്തായിരിക്കും? അതും 0 ആയിരിക്കും. ഇനി എ എക്സ് ക്രോസ് എ വൈ എങ്ങനെയായിരിക്കും? ഇതൊരു റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, എ എക്സ് ക്രോസ് എ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അലോങ് ദ ഡയറക്ഷൻ ഓഫ് എ ഇസഡ്. അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്കറിയാം എന്തായിരിക്കും? എ ഇസഡ് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ സിമിലർ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് നമുക്ക് എ വൈ ക്രോസ് എ ഇസഡ് എന്തായിരിക്കും? എ എക്സ് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ എ ഇസഡ് ക്രോസ് എ എക്സ് എന്തായിരിക്കും? എ വൈ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ ആണ്. അപ്പോൾ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് എ വൈ ക്രോസ് എ എക്സ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? മൈനസ് എ ഇസഡ് ആയിരിക്കും അല്ലേ? അതുപോലെ എ ഇസഡ് ക്രോസ് എ വൈ ആണെങ്കിൽ എന്തായിരിക്കും? മൈനസ് എ എക്സ് ആയിരിക്കും. അതുപോലെ എ എക്സ് ക്രോസ് എ ഇസഡ് ആണെങ്കിലോ അത് മൈനസ് എ വൈ ആയിരിക്കും. ഓക്കെ, സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു പടം ഓർത്ത് വെച്ചാൽ മതി. എ എക്സ് ക്രോസ് എ വൈ എന്ന് പറയുന്നതായിരിക്കും എ ഇസഡ് ആയിരിക്കും. എ ഇസഡ് ക്രോസ് എ എക്സ് എന്ന് പറയുന്നത് എ വൈ ആയിരിക്കും. എ വൈ ക്രോസ് എ ഇസഡ് എന്ന് പറയുന്നത് എ എക്സ് ആയിരിക്കും. തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഓർത്തോളം ഒരു നെഗറ്റീവ് സൈന് കൂടെ ഇടേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് രണ്ട് വെക്ടേഴ്സ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ തന്നിട്ടുണ്ട്, എയും ബിയും. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്തായിരിക്കും? അപ്പോൾ എ ക്രോസ് ബി നമുക്ക് ഇതുപോലെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത പോലെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എ എക്സ് ബി എക്സ് മൈനസ് എ ഇസഡ് ബി വൈ ഇൻറ്റു എ എക്സ് പ്ലസ് എ ഇസഡ് ബി എക്സ് മൈനസ് എ എക്സ് ബി ഇസഡ് ഇൻറ്റു എ വൈ പ്ലസ് എ ഇസഡ് ബി വൈ മൈനസ് എ വൈ ബി ഇസഡ് ഇൻറ്റു എ ഇസഡ് എന്ന് കിട്ടും. ഇതിനെ നമ്മളിങ്ങനെ ഒരു ഡിറ്റർമിനന്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അടുത്തായിട്ടൊരു പ്രോബ്ലം നോക്കാം. രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, അവർ തമ്മിലുള്ള വെക്ടർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ എ എന്ന് പറയുന്ന വെക്ടർ എന്താണ്? 3ax പ്ലസ് 4ay ആണ് അല്ലെ? ബി എന്ന് പറയുന്ന വെക്ടർ എന്താണ്? ബി എന്ന് പറയുന്ന വെക്ടർ ax പ്ലസ് 5ay മൈനസ് 2az ആണ് അല്ലെ? അപ്പോ എ ക്രോസ് ബി നമ്മൾ നോക്കിയായിരുന്നു. What is A cross B? A cross B is equal to determinant AX, AY, AZ, AX, AY, AZ, BX, BY, BZ ആണല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ this will be equal to AX cap, AY cap, AZ cap. എന്താണ് AX? 3 ആണല്ലേ? 3 എഴുതി. എ വൈ എന്താണ്? 4 ആണ് അല്ലെ? 4 എഴുതി. ഇസഡ് കമ്പോണന്റ് ഉണ്ടോ? ഇല്ല, 0. ഇനി ബി എക്സ് എന്താണ്? 1 ആണ്. ബി വൈ എന്താണ്? 5 ആണ്. ബി ഇസഡ് എന്താണ്? -2 ആണ്. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ എക്സ് ഇൻറ്റു 4 ഇൻറ്റു -2 എത്രയാണ്? -8 മൈനസ് 5 ഇൻറ്റു 0 എന്തായിരിക്കും? 0 മൈനസ് ഓഫ് എ വൈ ക്യാപ് ഇൻറ്റു 3 ഇൻറ്റു -2 എന്തായിരിക്കും? -6 മൈനസ് ഓഫ് 1 ഇൻറ്റു 0 എന്തായിരിക്കും? 0 പ്ലസ് എ ഇസഡ് ക്യാപ് ഇൻറ്റു 3 ഇൻറ്റു 5 എത്രയാണ്? 15 മൈനസ് 1 ഇൻറ്റു 4 എത്രയാണ്? 4. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -8ax പ്ലസ് 6ay പ്ലസ് 11az എന്ന് കിട്ടും. ഇതാണ് എ ക്രോസ് ബി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് വെക്ടേഴ്സിന്റെ സ്കെയിലാർ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, വെക്ടർ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം പഠിക്കാം. താങ്ക് യു.